എല്ലാവർക്കും നമസ്കാരം. ഒരു ദീർഘമായിട്ടുള്ള ഗുരുവായൂർ യാത്രയും അവിടുത്തെ അനുഭവവും കൂടെ കലർന്ന ഒരു അനുഭവം കേട്ടാലോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി അയച്ചതാണ്. ഗുരുവായൂരൊന്നും അടുത്തൊന്നും പോകാൻ പറ്റാത്തവർക്കൊക്കെ മനസ്സുകൊണ്ട് കണ്ണടച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ്. കേൾക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ദിവ്യ. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ അംഗമാണ്. ഈ വർഷത്തെ ഗുരുവായൂർ ഉത്സവത്തിന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാങ്ങളയും പോയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു കൃഷ്ണാനുഭവം പറയാനാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. എഴുതാൻ കുറച്ച് വൈകിപ്പോയി. കണ്ണനോട് സോറി പറയുന്നു. എന്നോട് ക്ഷമിക്കണേ കണ്ണ. മനഃപൂർവ്വമല്ല വൈകിയത്. വലത് കൈക്ക് നല്ല വേദനയുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥനയ്ക്ക് എഴുതിയിട്ടിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആടിയ എണ്ണ നിത്യവും പുരട്ടുന്നത് കൊണ്ടും കൈവേദന നല്ലതുപോലെ കുറവുണ്ട്. പിന്നെ പനിയായി, നല്ല തലവേദനയായി. ഇപ്പോൾ എല്ലാം കുറവുണ്ട്. ഈ കൃഷ്ണാനുഭവം ഈ വൈശാഖ മാസത്തിൽ തന്നെ ത്രിമധുരത്തിൽ പറയണമെന്ന് തോന്നി. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു കൃഷ്ണഭക്തയല്ലായിരുന്നു. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, വഴിപാടുകൾ നടത്താറുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ കഴിഞ്ഞ 2 വർഷമേ ആയുള്ളൂ ഞാൻ കൃഷ്ണനോട് അടുത്തിട്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേട്ടത്തിയും മക്കളും എല്ലാ വർഷവും ഗുരുവായൂർ പോവാറുണ്ട്. കഴിഞ്ഞ 2 വർഷം അടുപ്പിച്ച് ഹസ്ബൻഡിൻ്റെ അമ്മയെ കൊണ്ടുപോയി ഗുരുവായൂർക്ക്. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം അമ്മയെ കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. അവർ കാറിലാണ് പോയത്, ഇന്നോവ കാറിലാണ്. അതിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാൻ. എന്നിട്ടും എന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. എനിക്കാണെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകാനും അമ്പലങ്ങളിലൊക്കെ ടൂർ പോകാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവരെന്നെ വിളിക്കുമെന്ന് ഞാൻ കണക്കാക്കിട്ടോ. അങ്ങനെ സ്വയം ആശ്വസിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷവും ചേട്ടനും ചേത്തിയും മോളും അമ്മയെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയെ കാണാൻ വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. എന്നെ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ വരിക എൻ്റെ ഭഗവാനെ? എൻ്റെ കയ്യിലാണെങ്കിൽ കാശും ഇല്ലല്ലോ ഭഗവാനെ എന്ന് ഞാൻ ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു. കരഞ്ഞ് ഞാൻ എൻ്റെ സങ്കടം തീർത്തു. എൻ്റെ ആങ്ങളയ്ക്ക് കല്യാണം നടക്കാത്തത് കൊണ്ട് എൻ്റെ വീടിനടുത്തുള്ള അനന്തശയനേശ്വര ക്ഷേത്രത്തിൽ എൻ്റെ ആങ്ങളയുടെ ജാതകം നോക്കിക്കാൻ പോയത്. ജാതകത്തിൽ മുൻജന്മ ദോഷമുണ്ട്, ഗുരുവായൂർ പോകണം, ഒരു പിടി നാണയം എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് ജാതകത്തിലുള്ള ദോഷം എല്ലാം തീരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം അവിടെ ഭജനം ഇരിക്കണമെന്ന് മേൽശാന്തി പറഞ്ഞു. അതിൻ പ്രകാരം ഞാനും അച്ഛനും അമ്മയും ആങ്ങളെയും കൂടി ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. ബസ്സിലിരുന്ന് ഞാൻ നാരായണ നാമം ജപിച്ചു, നല്ലോണം പ്രാർത്ഥിച്ചുമാണ് പോയത്. എൻ്റെ കൃഷ്ണ, അവിടെ വരാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, അനുഗ്രഹിക്കണേ കണ്ണ. യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങളെ അവിടെ എത്തിക്കണേ കണ്ണ. യാത്ര മുടക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും വരലേ കണ്ണ. ആർക്കും ആപത്തൊന്നും വരുത്തരുതേ കണ്ണ. ഞങ്ങളെ സുരക്ഷിതരായിട്ട് അവിടെ എത്തിക്കണേ കണ്ണ എന്ന് ഇടയ്ക്കിടെ പ്രാർത്ഥിച്ചാണ് ഞാൻ ബസ്സിലിരുന്നത്. 2026 ഉത്സവത്തിൻ്റെ അവസാന ദിവസത്തിലാണ് ഞങ്ങൾ അവിടെ വന്നത്. സുരക്ഷിതരായി അവിടെ എത്തിച്ചേർന്നു. സ്റ്റാൻഡിലിറങ്ങി ഓട്ടോയിൽ കയറി. ഓട്ടോ ചേട്ടനോട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനാണ്, ഇന്ന് സ്റ്റേ ചെയ്യണം, നാളെ ഞങ്ങൾ മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന്. അപ്പോൾ റൂം എടുക്കണം, ഇവിടെയുള്ള ഹോട്ടലുകൾ അറിയുമോ എന്ന് ചോദിച്ചു. അറിയാം, കയറിക്കൊള്ളൂ, ഞാൻ അവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ തെക്കേ നടുക്ക് അടുക്കായിട്ട് തന്നെ ലോഡ്ജ് കിട്ടിയിരുന്നു. ഗോവിന്ദ് ലോഡ്ജ് എന്നാണ് അതിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അമ്പലത്തിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. നിങ്ങളെവിടെ ഇരിക്കുകയും ഞാൻ റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാമെന്ന് ഓട്ടോ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ റൂം കിട്ടി. സമാധാനായി. പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഗുരുവായൂരെത്തിയത്. അമ്പലത്തിൽ നിന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൻ്റെ ഊണിൻ്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ്. ഒരു രക്ഷയില്ല. സമയം നോക്കിയപ്പോൾ 2 മണിയായി. അങ്ങനെ ഹോട്ടലിൽ നിന്നുമാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ തിരിച്ച് അമ്പലത്തിൽ വന്നു. അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഭഗവാനെ പുറത്തു നിന്ന് തൊഴുതു. പിന്നെ നാരായണീയം വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ. ഗുരുവായൂർക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഞാനൊരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം തന്നെ ഗുരുവായൂരപ്പന് മുന്നിൽ നിന്നും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു വലിയ പ്രാർത്ഥന ഉണ്ട്, അത് നടത്തിത്തരണേ ഭഗവാനെ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണനോട്. ഇതിനു മുൻപ് ഞാൻ ത്രിമധുരത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ ഉണ്ണിയെ കാണാനും മഞ്ചാടിക്കുരു കിട്ടാനോ മയിൽപ്പീലി കിട്ടാനോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ പറയും. കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കണ്ണൻ കേൾക്കുന്നുണ്ടെന്നും നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അവരുടെ മുന്നിലേക്ക് കണ്ണൻ അവർ പ്രാർത്ഥിച്ചതെല്ലാം അവർക്ക് നൽകാറുണ്ടെന്ന്.
അങ്ങനെ ഞാനും എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടക്കണേ കണ്ണാ, എൻ്റെ മുന്നിൽ ഒരു ഉണ്ണിയെ കാണിച്ചു തരണേ ഭഗവാനെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ സെറ്റ് സാരി ഉടുത്താണ് അമ്പലത്തിൽ പോയത്. ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന കാഴ്ച കണ്ടു. ഗുരുവായൂരപ്പൻ്റെ ശിവേലി കണ്ടു. ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചു തന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഗുരുവായൂരപ്പൻ നഗരപ്രദക്ഷിണം വയ്ക്കാൻ പോയപ്പോൾ ഞാനവിടെ എല്ലാം ഉണ്ണിയെ തിരയായിരുന്നു. എല്ലായിടത്തും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് പരതി. എല്ലാം വലിയ വലിയ ആളുകളായിരുന്നു. ഒരു ഉണ്ണിയെ പോലും കണ്ടില്ല. എനിക്ക് ഭയങ്കര വിഷമായി. എൻ്റെ ആഗ്രഹം നടക്കില്ല, അതാണ് എൻ്റെ മുന്നിൽ ഉണ്ണി വരാത്തത്. എനിക്ക് 2 വർഷമേ ആയുള്ളൂ കണ്ണനോട് ഭക്തി തോന്നിയിട്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ണനോട് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കണ്ണൻ അത്ഭുതങ്ങൾ കാണിക്കാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മുന്നിലേ മാത്രമേ ഉണ്ണി വരുള്ളൂ. എൻ്റെ അടുത്തേക്ക് ഉണ്ണി വരില്ല. എനിക്ക് ഒരുപാട് വേദനയായി, വിഷമം ഉണ്ടായിട്ടോ. എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കില്ല. ഞാൻ എന്നും ഇങ്ങനെ വിഷമിച്ച് നടക്കണം. എൻ്റെ പ്രാർത്ഥന എൻ്റെ കണ്ണൻ കേൾക്കില്ല. കണ്ണനോട് ഭക്തി തോന്നിയിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ, അത് തന്നെയാവും കാരണം. ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് സങ്കടത്തോടെ ഇങ്ങനെ നിന്നു. സങ്കടം വന്നിട്ട് കണ്ണിങ്ങനെ നിറയാണ്. ആരും കാണാതിരിക്കാൻ ഞാൻ രുദ്രതീർത്ഥക്കുളത്തിലേക്ക് നോക്കി നിന്നു കരഞ്ഞു. കണ്ണുനീര് തുടച്ചു കളഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് ആരും എൻ്റെ ഇടത്തെ തോളിൽ 2 പ്രാവശ്യം തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയതും എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എൻ്റെ മുന്നിൽ ഒരു ഉണ്ണി ഒരമ്മയുടെ കയ്യിലിരിക്കുകയാണ്. എൻ്റെ പൊന്നുണ്ണി എന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഭഗവാനേ കൃഷ്ണ, എൻ്റെ എല്ലാ സങ്കടവും മാറി. ഞാനങ്ങനെ ഉണ്ണിയെ മൊത്തത്തിൽ നോക്കുകയാണ്. കൈകൾ രണ്ടും പിണച്ച് വെച്ച് എന്നെ നോക്കി നന്നായി ചിരിച്ച് അമ്മയുടെ കയ്യിൽ സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണി. വെറുതെ ചിരിക്കുമല്ല, നല്ല ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള ചിരിയാണ്. അമ്മയുടെ കയ്യിൽ നിന്നും ഓടക്കുഴൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ചു, ഇത് എൻ്റെ കണ്ണൻ തന്നെയാണ്. എൻ്റെ ആഗ്രഹം എല്ലാം നടക്കും. പ്രാർത്ഥന കേട്ടല്ലോ എൻ്റെ പൊന്നുണ്ണിക്കണ്ണ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉണ്ണിയുടെ മുഖത്തൊന്ന് തൊട്ട് തലോടിയപ്പോൾ നല്ലൊരു ചിരി വീണ്ടും തന്നു. ശ്രീകാന്ത് സാർ, എനിക്കത് വർണ്ണിക്കാൻ അറിയില്ല. നല്ല ശബ്ദത്തോടു കൂടിയുള്ള നല്ലൊരു ചിരിയായിരുന്നു അത്. ഉണ്ണിയെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ കൈനീട്ടി. അപ്പോൾ ഉണ്ണിയുടെ അമ്മ പുറകോട്ട് മാറി. ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന്. ഞാൻ വീണ്ടും വീണ്ടും തലോടി. ഞാൻ എൻ്റെ കൃഷ്ണനോട് നന്ദി പറഞ്ഞു. ആ അമ്മയെയും ഉണ്ണിയെയും ഞാൻ പിന്നെ കണ്ടില്ല. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെയെല്ലാം കുറേ നേരം നോക്കി, കണ്ടില്ല. ശ്രീകാന്ത് സാർ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇടത് തോളിൽ ആരോ 2 തട്ട് തട്ടി. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഉണ്ണിയെ കണ്ടതും. സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്നെ തട്ടി വിളിച്ചത്. അല്ലാതെ ഉണ്ണിയുടെ അമ്മയാവാൻ യാതൊരു വഴിയില്ല. ഈ ഉണ്ണിയും അമ്മയും അല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. 1 or 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉണ്ണിയായിരുന്നു അത്. ഇതുപോലെ തട്ടി വിളിക്കാൻ ഉണ്ണിക്ക് അറിയില്ലല്ലോ. നല്ല കനത്തിലുള്ള തട്ടലായിരുന്നു അത്. മുതിർന്ന ആൾക്കാർ തട്ടി വിളിക്കുന്നത് പോലെയുള്ള തട്ടലായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്നെ തട്ടി വിളിച്ചത്. ഞാനിവിടെ പുറകിൽ നിന്ന് നിൽപ്പുണ്ട്, ഒന്ന് എന്നെ തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ പ്രാർത്ഥന എൻ്റെ കണ്ണൻ കേട്ടു. ഒരു ഉണ്ണിയെ കാണണം എന്നുള്ള ആഗ്രഹം സാധിച്ചു തന്നു. ഈ കുറിപ്പ് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ ഉണ്ണിയുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരിക്കലും മറന്നു പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അന്ന് രാത്രിയിൽ ഭഗവാൻ രുദ്രതീർത്ഥത്തിൽ കുളിക്കുന്നത് കണ്ടു. കുറേ പേര് വെള്ളം കോരി ചുറ്റും നിന്നവരെ തളിച്ചു. പിന്നെ ഒരു ചേച്ചി കുപ്പിയിൽ രുദ്രതീർത്ഥക്കുളത്തിലെ വെള്ളം എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ട് ഞാനും അമ്മയും കൂടി അത് വാങ്ങിച്ചു തളിച്ചുട്ടോ. പിന്നെ ഭഗവാന്റെ പ്രസാദം അവലും മലരും ഒക്കെ നഗരപ്രദക്ഷിണം കഴിയുമ്പോൾ കിട്ടുന്ന പ്രസാദമൊക്കെ കഴിച്ച് വളരെയധികം സന്തോഷത്തോടും മനസമാധാനത്തോടും കൂടി റൂമിലേക്ക് പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് പാസ് എടുത്ത് ക്യൂവിൽ നിന്ന് കണ്ണനെ കണ്ടു തൊഴുതു. 2 മിനിറ്റേ അവിടെ നിർത്തിയുള്ളൂ. അതിൻ്റെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അകത്ത് വെച്ചാണ് പിടിപ്പണം ഇട്ടത്. അതും നടന്നു. പിന്നെ അകത്തെല്ലാം തൊഴുതു. താമരക്കണ്ണനെ നോക്കി നടന്നു, കണ്ടില്ല. ഭയങ്കര വിഷമമായി. കുറേ ചേച്ചിമാർ ഒരിടത്ത് തന്നെ നിന്ന് തൊഴുന്നത് കണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് താമരക്കണ്ണാണെന്ന് മനസ്സിലായത്. ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് കാണിച്ചുട്ടോ. ഞാനും അമ്മയും തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പാൽപ്പായസവും ആടിയ എണ്ണയും തൃക്കൈ വെണ്ണയും വെള്ളച്ചോറും ഒക്കെ വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. കിഴക്കേ നടയിൽ വന്നിരുന്ന് ഭജനം ഇരിക്കണമല്ലോ. അപ്പോൾ നാരായണീയം വായിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഉച്ചയായപ്പോൾ നിവേദ്യച്ചോറ് കഴിച്ചു. ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിച്ചു തന്നു. അമ്പലത്തിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്യൂ ആയിരുന്നു. ഇനി എപ്പോഴെങ്കിലും വന്ന് കഴിക്കാമെന്ന് കണ്ണനോട് പറഞ്ഞു. പിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് നാരായണീയം വായിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. കണ്ണന് തുളസിമാല വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഓട്ടോയിൽ ഞങ്ങൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലെത്തി. ചേർത്തലയിലേക്ക്
എപ്പോഴാണ് ബസ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു 11 മണിക്കേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു. 11 മണി വരെ, രാത്രി വരെ അവിടെ തന്നെ നിൽക്കണ്ടേ? ഞാൻ എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ എന്ന്. എൻ്റെ ആങ്ങള പറഞ്ഞു ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാമെന്ന്. ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ബസ് വന്നു. ചേർത്തലയാണോ എന്ന് ചോദിച്ചപ്പോൾ ആണ്, കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് സമാധാനമായത്. എല്ലാവരും അതിൽ കയറിയിരുന്നു. ഇരിക്കാൻ സീറ്റുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ 12:45. ഒത്തിരി നീണ്ടുപോയി എന്നറിയാം, ചുരുക്കി പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. ചുരുക്കി പറയാനൊന്നുമില്ല. ഒരു നീണ്ട അനുഭവം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് നീണ്ട അനുഭവം ആയതുകൊണ്ട് തന്നെയാണ്. എന്താ കഥ അല്ലേ? എത്ര കഷ്ടപ്പെട്ടാണ് എഴുതിയത്, എഴുതി അയച്ചതെന്നാണ്. എന്താ ഡെഡിക്കേഷനാണ്, ഭഗവാനോടുള്ള സ്നേഹം, ഭക്തി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ചേച്ചിയാണോന്ന് അറിയില്ല, ചിലപ്പോൾ ചേച്ചിയായിരിക്കാം. എന്തായാലും ദിവ്യ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലേ. അപ്പം ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ സമ്മാനങ്ങളും പദ്ധതികളും ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.